നമസ്കാരം. ശനിദേവൻ എന്ന് കേട്ടാൽ ഏവരും ആദ്യം ഒന്ന് ഭയക്കുന്നതാണ്. എന്നാൽ ശനിദേവനെ ഒരിക്കലും ഭയക്കേണ്ടതില്ല എന്നതാണ് വാസ്തവം. ശനി ദശാകാലത്ത് നാം കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. ഇങ്ങനെ അനുഭവിക്കുന്നതിലൂടെ ജീവിതത്തിൽ മോക്ഷം ലഭിക്കുവാൻ സഹായകരമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതിനാൽ ശനിദശാകാലം ഗുണകരം തന്നെയാകുന്നു. മറിച്ച് ദുഷ്കർമ്മങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ മോശം അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരും. മനസ്സിൽ ചിന്തിച്ചാൽ പോലും അത്തരത്തിൽ വന്നു ചേരും. ഗുരുനിന്ദ, മാതാപിതാക്കളെ സംരക്ഷിക്കുകയോ പരിപാലിക്കുകയോ ചെയ്യാത്തവർ, സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നവർ, ഇവരെ ഒരിക്കലും ശനിദേവൻ ഇവരോട് പൊറുക്കില്ല എന്നതാണ് വാസ്തവം. ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അച്ചട്ടായ കാര്യമാണ്. ശനി കോപത്തിന് ഇടയാകുന്ന മറ്റൊരു കാര്യം ചൂതുകളി, വാതുവയ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത്തരത്തിൽ അനാവശ്യമായ പണം മുടക്കുന്ന കാര്യങ്ങൾ അത് ശനിദേവന് താല്പര്യമുള്ളതല്ല. ജീവിതത്തിൽ വലിയ വിലകൾ തന്നെ ഇവർ നൽകേണ്ടതായി വരും എന്ന കാര്യം ഓർക്കുക. എന്നാൽ ഓർക്കേണ്ടതായ ഒരു കാര്യം, ശനിദേവന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ തേടിയെത്തുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട്. നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നതിന് മുൻപ് ശനിദേവൻ നൽകുന്നതായ ഏറ്റവും ശുഭകരമായ സൂചനകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ഏവരും തിങ്കളാഴ്ച നടത്തുന്ന ശിവപൂജയുടെ ഭാഗമാകുവാൻ ശ്രമിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇഷ്ടദേവതയുടെ നാമം കൂടി സാധിക്കുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നീല ശംഖുപുഷ്പം പല വീടുകളിലും ധാരാളമായി കാണുന്ന ഒരു സസ്യമാണ് നീല ശംഖുപുഷ്പം. ഇത്തരത്തിൽ ധാരാളമായി നീല ശംഖുപുഷ്പം വിടരുന്നത് ഇത്തരത്തിൽ ഒരു ലക്ഷണം തന്നെയാണ്. ഒരു കാര്യത്തിനായി ഇറങ്ങുമ്പോൾ അവിചാരിതമായി ഇത്തരത്തിൽ നീല ശംഖുപുഷ്പം ലഭിക്കുന്നതും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രസാദങ്ങളിൽ നിന്നും നീല ശംഖുപുഷ്പം ലഭിക്കുന്നുണ്ട് എങ്കിലും അത് അതീവ ശുഭകരമായ ലക്ഷണമാണ്. കാരണം ക്ഷേത്രങ്ങളിൽ നിന്നും അപൂർവമായി ലഭിക്കുന്ന ഒരു പുഷ്പം തന്നെയാണ് നീല ശംഖുപുഷ്പം. അതിനാൽ ഇവ ലഭിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ്. ഭാഗ്യം, അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ഇവ ആരംഭിക്കാൻ പോകുന്നു. ഏറ്റവും ശുഭകരമായ സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നീ ലക്ഷണങ്ങളാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഇവയെ കണ്ടുകൊണ്ട് ഇറങ്ങുന്നതും വളരെ ശുഭകരമാണ്. അങ്ങനെ കണ്ടാൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ആ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് പറയുക. പല തടസ്സങ്ങളും അകലും. അതിനാൽ ഇവയെ കണ്ടുകൊണ്ട് പോകുന്നതും ശുഭകരമാണ്. നീല വസ്ത്രവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഒരു യാത്രയ്ക്കായി ഇറങ്ങുന്ന അവസരത്തിൽ നീല വസ്ത്രം അണിഞ്ഞ വ്യക്തിയെ കാണുന്നത് ശുഭകരമായി തന്നെ കരുതുന്നു. ലഗ്നശാസ്ത്ര പ്രകാരമാണ് ഇപ്രകാരം പറയുന്നത്. അതിനാൽ തന്നെ നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് എതിരെ പോവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ യാത്രയായി മാറും എന്ന കാര്യം ഓർക്കുക. നാം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഈ യാത്രകളിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. ഭഗവാന്റെ അനുഗ്രഹത്തെ, ഭഗവാന്റെ കടാക്ഷത്തെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ നീല വസ്ത്രം നിങ്ങൾ ഇത്തരത്തിൽ കാണുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. കറുത്ത പശുവുമായി ബന്ധപ്പെട്ടും ചില ശുഭകരമായ സൂചനകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശനിയാഴ്ച ദിവസം കറുത്ത പശുവിനെ വീട്ടിലോ വളപ്പിലോ കാണുന്നത് ശനിദേവന്റെ കടാക്ഷം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ദിവസങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം. അവിചാരിതമായി നിങ്ങളുടെ പറമ്പിൽ ഇത്തരത്തിൽ പശുവിനെ കാണുന്നത് അതീവ ശുഭകരമാണ്. ശനിദേവന്റെ അനുഗ്രഹത്താൽ ഉയർച്ച, യാത്രയ്ക്കായി ഇറങ്ങുന്നതായ അവസരത്തിൽ പശുവിനെ ഇപ്രകാരം കാണുന്നത് ശുഭകരമാണ്. കൂടാതെ ഇത്തരത്തിൽ യാത്രക്കിടയിൽ പോലും കാണുന്നത് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്നാണ് അർത്ഥമാക്കേണ്ടത്. അതേപോലെ തന്നെ പലരും കറുത്ത നായയെ കാണുന്നതാണ്. കറുത്ത നായയെ കാണുകയാണ് എങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് എന്ന് തന്നെയാണ്. പക്ഷെ ശനിയാഴ്ച ദിവസങ്ങളിൽ വീടുകളിൽ കറുത്ത നായ വരുന്നുണ്ട് എങ്കിൽ
അത് ഏറ്റവും ശുഭകരമാണ്. ശനിയാഴ്ച ഇപ്രകാരം വരുന്നതിലൂടെ ആ വീടുകളിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം. ക്ഷേത്ര പരിസരത്തോ ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടയിലോ ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾ തിരിച്ച് ഇറങ്ങുന്നതായ അവസരത്തിലോ കറുത്ത നായയെ കാണുന്നതും ശുഭകരം തന്നെയാണ്. ഇത്തരത്തിൽ കാണുമ്പോൾ അവയെ ഉപദ്രവിക്കരുത് എന്ന കാര്യവും നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹമുണ്ട്, ശനിയുടെ കടാക്ഷമുണ്ട് എന്ന കാര്യമാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. അതിനാൽ തന്നെ ഇവയ്ക്ക് ആഹാരം കൂടി നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായ ഒരു കാര്യമായി മാറും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉയർച്ചയ്ക്ക് സഹായകരമായി തീരും. ശനീശ്വരനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു നിറമാണ് കറുപ്പ്. ഇതിനാലാണ് കറുത്ത പശു, കറുത്ത നായ എന്നിവയെ ശനിയാഴ്ച ദിവസങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടെ തന്നെ നാം വീക്ഷിക്കണം എന്ന കാര്യം പറയുന്നത്. അതിനാൽ വളരെയധികം പ്രാധാന്യം തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ നാം അറിയേണ്ടതായ മറ്റൊരു ശുഭലക്ഷണം, ശനിയുമായി ബന്ധപ്പെട്ട ശുഭലക്ഷണം, യാത്രാവേളയിൽ ആലില ലഭിക്കുന്നു എന്നതാണ്. ഇത്തരത്തിൽ ലഭിക്കുന്നത് ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നും നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കാം. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ശുഭകരങ്ങളിൽ ശുഭകരമായ ഒരു ലക്ഷണമാണ് ഇത്. ശനിയാഴ്ച ദിവസം നിങ്ങളുടെ വീടുകളിൽ യാചകർ വരുന്നുണ്ട് എങ്കിൽ, ഭിക്ഷാടനത്തിന് ആൾക്കാർ വരുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ അവർ വരുമ്പോൾ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പണം നൽകുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ശുഭം. ഇനി അഥവാ സാധിക്കുന്നില്ല എങ്കിൽ അവർക്ക് അല്പം ആഹാരം നൽകുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു. ഇത് ശനിദേവന്റെ അനുഗ്രഹത്താൽ നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നു, ശുഭകരമായ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് അർത്ഥമാക്കുന്നതായ ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ശനിദേവന്റെ കടാക്ഷത്താൽ ശുഭകരമായ സമയം ആരംഭിക്കുന്നതിന് മുൻപാണ് ശനിയാഴ്ച ദിവസം ഇത്തരത്തിൽ യാചകർ വീട്ടിലേക്ക് വരിക. ശനിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ പക്കലേക്ക് വരികയാണ് എന്ന് വിചാരിക്കുക. അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന ലക്ഷണം. ചോദിച്ചു വരുന്ന ആ വ്യക്തികൾക്ക് തീർച്ചയായും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ സഹായം നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ആഗ്രഹ സാഫല്യങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഒരു വ്യക്തി സഹായം അഭ്യർത്ഥിച്ചു വരുമ്പോൾ എനിക്ക് ആഗ്രഹം നടക്കാനുണ്ട്, എന്റെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം, അതുകൊണ്ട് ഞാൻ സഹായിക്കാം എന്ന രീതിയിൽ സഹായിച്ചാൽ നിങ്ങൾക്ക് ഈ ഫലം ലഭിക്കില്ല എന്ന കാര്യം തീർച്ച തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഫലം ലഭിക്കില്ല എന്ന കാര്യം തീർച്ച തന്നെയാണ്. അതിനാൽ മുൻവിധിയോടെ ആരെയും സഹായിക്കരുത്. തീർച്ചയായും പൂർണ്ണമായ മനസ്സോടെ നിങ്ങൾ സഹായിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരം. കാക്കയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കാക്ക ശനിദേവന്റെ വാഹനമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം. ശനിയാഴ്ച ദിവസം വീടുകളിൽ ധാരാളം കാക്കകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഉണ്ട് എങ്കിൽ അത് വിശേഷമാണ്, ഏറ്റവും ശുഭകരമായ ലക്ഷണം. ഇവയ്ക്ക് ആഹാരം നൽകുക കൂടി ചെയ്താൽ വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ശനിദോഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാഠിന്യം കുറയുക തന്നെ ചെയ്യും. ഒരു ശനിയാഴ്ച ചെയ്യേണ്ട കാര്യമല്ല പറയുന്നത്. എല്ലാ ശനിയാഴ്ചയും കാക്കയ്ക്ക് എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ ഇപ്രകാരം ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ. നല്ല കാലം ജീവിതത്തിലേക്ക് കടന്നു വരും. തലയിൽ കാക്ക കൊത്തിപ്പോകുന്നത് അപകട സൂചനയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യവും ഈ നിമിഷം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. പലരും കമന്റിലൂടെ സംശയമായി ചോദിച്ച ഒരു കാര്യമാണ്, അതിനാലാണ് ആ കാര്യം കൂടി പരാമർശിക്കുന്നത്. കൂടാതെ നീല നിറത്തിലുള്ള വസ്തുക്കൾ
ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അത് വസ്ത്രങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അതും ശനിദേവന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഗ്രന്ഥങ്ങളാകാം, വസ്ത്രങ്ങളാകാം, വിഗ്രഹങ്ങളാകാം, അങ്ങനെ എന്ത് തന്നെ ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് മധുരം ലഭിക്കുന്നതും അതേപോലെ തന്നെ പണം ലഭിക്കുന്നതും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ അപ്രതീക്ഷിതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതാണ് പ്രത്യേകത. ഇത്തരത്തിൽ ലഭിക്കുന്നത് ശനിദേവന്റെ പ്രീതിയെയും ശനിദേവന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ശനി ദോഷം കുറയുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. നീലാഞ്ജനം ശനിയാഴ്ച ദിവസം നിങ്ങൾ അടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ, അയ്യപ്പ ക്ഷേത്രത്തിൽ നടത്തുന്നത് ഉത്തമമാണ്. നിത്യവും ശിവഭജനം നടത്തുക, ഹനുമാൻ സ്വാമിയെ ഭജിക്കുക, ശിവകുടുംബം വീട്ടിൽ വച്ച് നിങ്ങൾ ആരാധിക്കുക. ശനിദോഷത്തിന്റെ കാഠിന്യം കുറയുകയും സർവ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ നേരുന്നു.